ഫൈവ്-സ്റ്റാർ ഹോട്ടലൊക്കെ ഷെഫായിട്ട് കയറിയാൽ നമുക്ക് ഒരു പണി നമുക്ക് അധികം കാണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതെന്തായാലും ഞാൻ വഴിയെ തന്നെ പറയാം. രാവിലെ തന്നെ ഒരു 7 മണിയായപ്പോൾ പതിവ് പോലെ വർക്കൗട്ട് ചെയ്യാൻ പോയി. ഇന്ന് നമുക്ക് ഫുൾ ഡേ ആണ്. നമ്മുടെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് രാവിലത്തെ ആഹാരം ഉണ്ടായിട്ട് നേരെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇറങ്ങി. കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ വണ്ടി കയറിയപ്പോൾ നമ്മളെ വണ്ടി പഞ്ചറായി. പിന്നെ തിരിച്ചു വന്നിട്ട് വേറൊരു വണ്ടി കയറി നമ്മൾ നേരെ നമ്മൾ ഹോട്ടലിൽ പോയി. നമ്മൾ ലോണ്ടറി പോയി നമ്മളെ യൂണിഫോം എല്ലാം വാങ്ങിയിട്ട് നേരെ ഡ്രസ്സൊക്കെ മാറി എല്ലാം ചേഞ്ച് ചെയ്ത് ഔട്ട്ഫിറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ കിച്ചണിലൊക്കെ കയറിയപ്പോൾ ഇഷ്ടംപോലെ പ്ലേറ്റ്സ് ഉണ്ട്. കാരണം ഇത് ന്യൂ ഇയർ ആയതുകൊണ്ട് ഡേനേക്കാളും നല്ല ബിസി ഡേ ആണ്. അപ്പൊ എനിക്ക് വന്നത് തന്നെ കുറച്ച് ലേവൽ മാറ്റാനുള്ള പണി, കുറച്ച് ടാസ്ക് ആണ്, കുറച്ച് മണിക്കൂർ എടുക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും പണിയില്ലെന്നല്ല, എങ്ങനെ പോയാലും ഒരു 13-14 മണിക്കൂറെങ്കിലും നമുക്ക് ഷെഫുമാർക്ക് എല്ലാവർക്കും പണി കാണും. ഇത് വലിയ സുഖമുള്ള പണിയൊന്നുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് വരെ നമ്മളെ കാലിന്റെ വേദനയാണ്. നമ്മൾ ഇത്രയും കണ്ടിന്യൂസ് നിൽക്കുമ്പോൾ നല്ല കാലുവേദന കാണും. ചിലർ ഉൾപ്പെടെയുള്ള ലേബലെല്ലാം മാറ്റിയിട്ട് നേരെ നമ്മൾ വേറൊരു സാധനങ്ങൾ കൊണ്ട് നമ്മൾ വാക്യൂം ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ഷെഫുമാർ ഗസ്റ്റിനുള്ള ഫുഡുകളെല്ലാം പക്കയായിട്ട് ഉണ്ടാക്കി എല്ലാ ഓർഡർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം എന്റെ ഷിഫ്റ്റും കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇറങ്ങി. ഇത് ദുബായിലെ ആദ്യത്തെ ന്യൂ ഇയർ ആണ്. നമ്മളെ ബുർജ് ഖലീഫയിലെ ഫയർ വർക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷയില്ലേ. നമ്മളെ വണ്ടിയിൽ തിരിച്ചൊന്നും ഇവിടെ ബ്ലോക്ക് ഒക്കെ ആയി. പിന്നെ നമ്മൾ ഇറങ്ങി ഫയർ വർക്കും ഡ്രോൺ ഷോ എല്ലാം കണ്ടു. അതും കണ്ട് നേരെ നമ്മൾ അപ്പാർട്ട്മെന്റിൽ വന്ന് നേരെ കിടന്നുറങ്ങി. ഓക്കെ, ബൈ.